കലോത്സവ നഗരിയിൽ കുട്ടി പോലീസിനെ പോലെ NSS വോളണ്ടിയേഴ്സിനെ പോലെ എല്ലായിടത്തും സജീവമാണ് JRC വോളണ്ടിയർമാരും. അവരെ നമുക്കൊരിക്കലും മറക്കാനാകില്ല. ഇന്ന് നടവയൽ സ്കൂളിലെ JRC വോളണ്ടിയേഴ്സാണ് എന്നോടൊപ്പമുള്ളത്. അവരുടെ വിശേഷങ്ങളിലേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പേര് ചോദിച്ചു തുടങ്ങാം അല്ലേ? കുറേ പേരുണ്ട്. പേര് പറഞ്ഞു. ശ്യാമിലി എസ്, അദീന അന്നമുൾ തങ്കച്ചൻ. 3 പേര് ഒറ്റ ആളായിട്ട് വന്നിരിക്കുകയാണോ? അദീന അന്നമുൾ തങ്കച്ചൻ. അർച്ചന KS, മേഘ്ന മനോജ്. മേഘ്ന മനോജ്. ബിനിയ ബിനു. ബിനിയ ബിനു. പപ്പയുടെ പേരിനെ ഒപ്പിച്ചിട്ടതാണോ? ഓക്കെ. ആൻമിരിയ ഷാജി. റിയ ഫാത്തിമ. ഇതാണ് കേട്ടോ ലീഡർ. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫെബിൻ അഗസ്റ്റിൻ. ഫെബിൻ അഗസ്റ്റിൻ. ആൽഡ്രിൻ സനീഷ്. ആൽഡ്രിൻ സനീഷ്. പോൾ. സിമ്പിൾ നെയിം അല്ലേ? ബ്രെറ്റ്ലി. 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 ഓക്കെ. അപ്പോൾ ഞാനിവിടെ ലീഡറിൻ്റെ അടുത്തിരിക്കട്ടെ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പം എങ്ങനെയാണ് നിങ്ങളെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? സേവനം, അതായത് ഞങ്ങൾ ഇപ്പോഴത്തെ കലോത്സവത്തിൽ ഞങ്ങൾ വെൽഫെയറിയാണ്. അപ്പം ഞങ്ങൾ എല്ലാവർക്കും ചായ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എല്ലാവരുടെയും ഒരു സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുള്ള പരിപാടികളാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആതുര സേവന മേഖലയും കൂടിയാണല്ലോ നിങ്ങളെ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ സ്കൂളിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രവർത്തനമൊക്കെ? ഞങ്ങൾ ക്ലീനിങ് ആണ്. മറ്റോ ഇപ്പം അവിടെ ഓഡിറ്റോറിയം, ഗ്രൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് ക്ലീൻ ചെയ്യുന്നത്. കലോത്സവത്തിനാണോ അങ്ങനെ ക്ലീനിങ്? അല്ല, അതിന് മുമ്പൊക്കെ ഞങ്ങൾക്ക് ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട് 10ാം ക്ലാസ്സിൽ വരെ. മാർക്കിന് വേണ്ടി മാത്രമല്ല അല്ലേ? അല്ല. അപ്പം ഈ JRCനെ പറ്റി ഒന്ന് പറഞ്ഞു. ഇത് ആരാണ്? അതൊക്കെ അറിയോ? ജീൻ ഹെൻറി ഡ്യൂനറ്റാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പം ഇത് ഞങ്ങളുടെ ദിനം എന്ന് പറയുന്നത്, ജൂനിയർ റെഡ് ക്രോസിൻ്റെ ദിനം എന്ന് പറയുന്നത് മെയ് 8 അപ്പം മെയ് 8 ഞങ്ങൾ ഇത് ആചരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഫുൾ ടൈം സേവന സന്നദ്ധരായിരിക്കും നിങ്ങൾ എപ്പോൾ വിളിച്ചാലും? എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ വരും. ആക്റ്റീവായിട്ട് എല്ലാ എത്ര മെമ്പേഴ്സ് ഉണ്ട് സ്കൂളിൽ? എത്ര വോളണ്ടിയേഴ്സിലാ? 94 പേരുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ജൂനിയർ റെഡ് ക്രോസിലാണ്. അപ്പോൾ കുട്ടി പോലീസിനെ കഴിഞ്ഞൊക്കെ മെമ്പേഴ്സ് നിങ്ങളാണ് അല്ലേ? നിങ്ങൾ ഏത് രീതി ഇപ്പം നമുക്ക് ഈ ലഹരിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട് കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അപ്പം അത് കുട്ടി പോലീസ് മാത്രമാണോ അതോ നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ നിങ്ങൾ അതിനൊരു ബോധവൽക്കരണമൊക്കെ കൊടുക്കാറുണ്ട്? ഉണ്ട്. ഞാൻ ഇനി കുറച്ച് പെൺകുട്ടികളെ വിശേഷം കൂടി ചോദിക്കട്ടെ കേട്ടോ? ഓക്കെ. ഇത് ആരാ ഏറ്റവും ഉറക്കെ സംസാരിക്കുന്ന ആള്? ആരാ? ആരുമില്ലേ? അങ്ങനെ പറയരുത്. ആരാ പറയാ? പറയോ? പറയില്ല ലീഡറെ. ഇതെന്താ ഇങ്ങനെ? ഒരാൾ പറയണേ. ഞാൻ ചെറിയ കാര്യങ്ങളെ ചോദിക്കുമല്ലോ. എങ്ങനെയുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് NCC ഉണ്ടോ അവിടെ സ്കൂളിൽ? അപ്പം NCCയിലൊന്നും ചേരാതെ JRCയിൽ എല്ലാവരും NCC കുട്ടി പോലീസ് അതിലൊക്കെ അല്ലേ യൂണിഫോമിൻ്റെയും എല്ലാം. ഇതിനും ഭംഗിയുണ്ട് കേട്ടോ. ഭംഗി വെള്ളയ്ക്കാണ് ഏറ്റവും ഭംഗി. എന്നാലും എന്തുകൊണ്ടാണ് അതിലൊന്നും പോവാതെ JRCയിലേക്ക് വന്നത്? എനിക്ക് സേവനം ചെയ്യണമെന്ന് ആഗ്രഹം. അതാണ് എനിക്ക് JRCയിലേക്ക് വരണമെന്ന് തോന്നിയത്. കുട്ടി പോലീസൊക്കെ സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ആളുകളുടെ ഒരു സുഖവും അങ്ങനെ ക്ഷേമം പ്രവർത്തനങ്ങളാണ്. അങ്ങനെ. എങ്ങനെയുണ്ടായിരുന്നു കലോത്സവം? നിങ്ങൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ കലോത്സവത്തിന്? ഇല്ല. ആരും പങ്കെടുത്തില്ല. പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. എന്താ അപ്പോൾ പങ്കെടുക്കാതിരുന്നത്? ഒന്നുമില്ല. എത്രാം ക്ലാസ്സിലെല്ലാവരും? 8, 9 ആണോ? 10ാം ക്ലാസ്സും ഉണ്ട്. 10ാം ക്ലാസ്സിലും. ഓക്കെ. NCCയും കുട്ടി പോലീസുമാണ് 8, 9 അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരും വർഷങ്ങളിലൊക്കെ ഇതിൽ പങ്കെടുക്കാമല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയാണ്. ഇതുപോലെ സേവന സന്നദ്ധരായിട്ട് നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും ഇനി കലോത്സവം ഇന്ന് കഴിയാണ്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങളെല്ലാം നല്ല ഹാപ്പിയായി എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കുക കേട്ടോ മുന്നോട്ടുള്ള ജീവിതത്തിലൊക്കെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരെയാണ്. മലനാട് ചാനലിന് വേണ്ടി ക്യാമറമാൻ ബിനുവിനൊപ്പം അശ്വിനി ശ്രീവേൽ.